ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷ്ടാവ് കോഴിക്കോട് പിടിയിൽ. മഹാരാഷ്ട്ര വഡാല സ്വദേശി നസീം ഖാനാണ് കോഴിക്കോട് കസബ പോലീസിന്റെ പിടിയിലായത്. ഇയാൾ മോഷ്ടിച്ച പണം ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നതായി പോലീസ് കണ്ടെത്തി. പുള്ളിയെ കളക്ട് ചെയ്തു, റിക്കവറി ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, പുള്ളിയുടെ ആക്സാ ബ്ലേഡ്, മറ്റ് ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മോഡസ്, ഒരു ഒക്കറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചോദിച്ചപ്പോൾ അത് വൈഫിന്റെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മേര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട്, ഇന്റിമേഷൻ പോകുന്നുണ്ട്. അപ്പോൾ മണ്ഡലകാലത്ത് വീഴുന്ന ക്യാഷ് മോട്ടിക്കുന്നതായിട്ട് ഒരുപാട് സീരീസ് ഓഫ് ഇൻസിഡൻസ് നടത്തിയ ക്രിമിനലാണ് ഇദ്ദേഹം. മുംബൈ വഡാല ഈസ്റ്റ് സ്വദേശിയാണ്, നോർത്ത് ഇന്ത്യയാണ്. ദൃശ്യ പുതിയടത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദൃശ്യ, എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറണ്ടിയെ കുറിച്ച്, അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ മോഷണങ്ങളെ കുറിച്ച്? നിഷാദ്, മഹാരാഷ്ട്ര വഡാല സ്വദേശിയായ നസീം ഖാൻ തിരിച്ചറിയാതിരിക്കാനായി വിചിത്ര വേഷം ധരിച്ചായിരുന്നു അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയത്. എന്നാൽ വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിനിടെ ഇയാൾ മാസ്ക് ഊരി വെച്ചിരുന്നു. അതാണ് പ്രതിയെ തിരിച്ചറിയുന്നതിലേക്ക് പോലീസിനെ നയിച്ചത്. ഈ പ്രതി മോഷ്ടിച്ച പണം ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നതായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നസീം ഖാൻ നിരവധി മോഷണങ്ങൾ നടത്തിയത്. പുതിയറ കാളൂർ മഹാദേവി ക്ഷേത്രം, വേട്ടക്കൊരു മകൻ ക്ഷേത്രം, മുതലക്കുളത്തെ പോലീസ് അമ്പലം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇയാളെ ഇന്നലെയോടെ കോഴിക്കോട് ജൂബിലി ഹാളിനടുത്ത് വെച്ചാണ് പിടികൂടുന്നത്. ഒരു കടക്കാരനിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് പ്രതിയെ പിടികൂടുന്നത്. CCTV കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ഇയാൾ സൈക്കിളിൽ പോയാണ് അമ്പലങ്ങളിൽ മോഷണം നടത്തിയിരുന്നത്. വിചിത്രമായ വേഷം തിരിച്ചറിയാതിരിക്കാൻ വിചിത്രമായ വേഷം ധരിച്ചായിരുന്നു, മുഖമടക്കം മറിച്ചായിരുന്നു മോഷണം നടത്തിയിരുന്നത്. നിഷാദ്.